മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് കൃത്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് നല്ല ഒന്നാന്തരം ഒരു ജൈവ വളം നമ്മുടെ കൃഷികളിൽ എങ്ങനെ തയ്യാറാക്കി നമുക്ക് പ്രയോഗിക്കാം. അതിലൂടെ നമ്മുടെ കാർഷിക വിളകളുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുകയും ആ വിളകളുടെ വിളവ് കൂടുതൽ കാലം നിലനിൽക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ കാഴ്ചകൾ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കണ്ടുള്ള ഒരു സാധനമാണ് ഈ സംഗതി. ഇതെന്താണെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. ഇത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പുരാതന കാലം മുതൽ തന്നെ വളർത്തു മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ചും പശുവിനും ആടിനും എരുമയ്ക്കും ഒക്കെ നമ്മളിത് വാങ്ങിച്ച് തിളപ്പിച്ച്, അതായത് കഞ്ഞി വെച്ച് കൊടുക്കുക എന്ന് പറയും. പിണ്ണാക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സർവ്വസാധാരണമല്ല. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഇത് കപ്പലണ്ടിയാണ്. നിലക്കടല അഥവാ കപ്പലണ്ടി. ഈ നിലക്കടലയിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നിലക്കടല എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇത് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് നല്ല വിത്ത് കിട്ടും, കപ്പലണ്ടി. ഈ വിത്താണ് നമ്മൾ വറുത്ത് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇത് ആട്ടി നമ്മൾ തേങ്ങയൊക്കെ ആട്ടുന്നതിൻ്റെ കൂട്ട് ഇത് ആട്ടി എണ്ണ മാറ്റിയതിന് ശേഷം കിട്ടുന്ന ചണ്ടിയാണ് ഈ കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കഴിക്കാൻ കൊള്ളാം. കടലപ്പിണ്ണാക്ക് ഉണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. അല്പം മണൽ ചേർന്ന പുരയിടം ഉണ്ടെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാം. അതുപോലെ ഗ്രോ ബാഗിലും മണ്ണും മണലും എല്ലാം കൂടെ ചേർത്ത് നമുക്കിത് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് ഉപയോഗിച്ച് നമ്മുടെ കൃഷിക്ക് സമ്പുഷ്ടമായ ചില വളങ്ങൾ ഉണ്ടാക്കുന്ന രീതികളാണ് ഞാൻ പറയുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോഴേ ഈ ചാണകം ഏറ്റവും നല്ലൊരു പച്ചില വളമാണ്. വളരെ പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ കൃഷികൾക്കെല്ലാം ചാണകം ഉപയോഗിച്ചിരുന്നു. എന്നാൽ അന്ന് കിട്ടിയിരുന്ന ആ ചാണകത്തിൻ്റെ ഘടനയിൽ ഇപ്പം സാരമായ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ പല കൃഷികൾക്കും ചാണാൻ ശുപാർശ ചെയ്തതിൻ്റെ കാരണം ഈ ചാണകം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ, ദ്രാവക രൂപത്തിലാണ് പലരുടെയും തൊഴുത്തിൽ നിന്നും വാരി ഈ ചാണകം ശേഖരിക്കുന്ന ആ കുഴിക്കകത്തിരുന്നത്. അപ്പം ഈ കുഴമ്പ് രൂപത്തിലുള്ള ഈ ചാണകം അത് അവിടെ കിടന്ന് പല രൂപാന്തരങ്ങളും പ്രാപിച്ച് അതിനകത്ത് പല പരാതങ്ങളും, പ്രത്യേകിച്ചും പുഴുക്കൾ, കീടങ്ങളൊക്കെ മുട്ടയിട്ട് പെരുകി. അപ്പോൾ ഇതാണ് നമ്മൾ കൃഷിക്കിടുമ്പോൾ കൃഷിക്ക് നിരവധി രോഗങ്ങളുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ചാണകം ശുപാർശ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാണകം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് വാങ്ങിച്ചു കൊണ്ടുവന്ന് സൂര്യൻ്റെ ശക്തിയേറിയ ചൂടിൽ ഇത് ഉണക്കണം. ഉണക്കി അതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷിക്കിടാവൂ എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പോൾ അതിന് പകരമായി, ചാണകത്തിന് പകരമായി നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് ഏതൊക്കെ രീതിയിൽ ഏതെല്ലാം കൃഷികൾക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കപ്പലണ്ടി ആട്ടിയാണ് കടലപ്പിണ്ണാക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് ഇപ്പോൾ ഇതേപോലെ ഇത് കണ്ടോ, ഇപ്പോൾ ഇതേപോലെ നമ്മൾ കൃഷിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മഴയൊക്കെ ആയി ഇത് ലയിച്ച് മണ്ണിൽ ചേർന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കാൻ താമസം വരുന്നു. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ചില പ്രത്യേകിച്ചും ഹ്രസ്വകാല പച്ചക്കറികൾ. ഹ്രസ്വകാല പച്ചക്കറി എന്ന് പറയുന്നത് പടവലം വളരെ കുറച്ച് മാത്രം ആയുഷ് ദൈർഘ്യമുള്ള ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ പാവൽ. അപ്പോൾ ഹ്രസ്വകാല വിളകൾക്ക് മാത്രമല്ല എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. ആ രീതി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ അടപ്പുള്ള ഒരു ബക്കറ്റ് എടുക്കുക. ഇനി അടപ്പില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അതെടുത്ത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന്. ഈ ബക്കറ്റിനകത്ത് എന്ത് ചെയ്യണം, ഇതേപോലെ കടലപ്പിണ്ണാക്ക് അതിനകത്തോട്ട് ഇടുക. ഇട്ടതിന് ശേഷം അത് ശരിക്കും മുങ്ങിക്കിടക്കത്തില്ല, മുക്കാൽ ഭാഗം മുങ്ങിക്കിടക്കത്ത് മുറച്ച് മുങ്ങണം. ആ ബക്കറ്റിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടപ്പുള്ളതാണെങ്കിൽ ഇതേപോലെ നമ്മൾ അടച്ചു വെക്കണം. അടപ്പില്ലെങ്കിൽ നമ്മളൊരു തുണിയോ ചാക്കോ എന്തെങ്കിലും ഇട്ട് വട്ടത്തിൽ ഇങ്ങനെ നല്ല കയർ ഉപയോഗിച്ച് കെട്ടി വയ്ക്കണം. പിറ്റേ ദിവസം മുതൽ, അതായത് നമ്മൾ ഇന്നിടുവാണെങ്കിൽ നാളെ മുതൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും വലിയ പാത്രങ്ങൾ, വലിയ കമ്പോ എന്തെങ്കിലും എടുത്ത് ഈ ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കിയ ലായനിയാണ്.
ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇളക്കുന്നുണ്ടെങ്കിലുള്ള ലായനി വളമല്ലോ ഇളക്കുന്നുണ്ടെങ്കിൽ ഒരു വശത്തൂടെ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവൂ. തിരിച്ചും മറിച്ചും നമ്മൾ ഇളക്കി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കി ഒരു 7 ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു ദിവസം ഒരു നേരം മതി. അപ്പോഴത്തേന് ഇത് നല്ല ഭംഗിയായിട്ട് ഈ വെള്ളത്തിലങ്ങ് ലയിക്കും. വെള്ളമായിട്ട് ഇതങ്ങ് കൂട്ടിക്കലർന്ന് നല്ലൊരു വളമായിട്ട് മാറി, ലായനി വളമായിട്ട് മാറും. അതായത് ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഈ വളവും മാറും. പിന്നെ ഇതിനകത്ത് മറ്റൊരു സംഗതി ഉള്ളത്, ഈ 7 ദിവസമൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയൊരു ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ദുർഗന്ധം സഹിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ദുർഗന്ധം ഒട്ടും ഇഷ്ടമല്ലാത്തവർ ഇതിനകത്ത് ഒരു ചെറിയ ഉണ്ടശർക്കര, ഒരു കഷ്ണം ഉണ്ടശർക്കരയും കൂടെ ചേർത്താൽ മതി, ദുർഗന്ധം കുറഞ്ഞു കിട്ടും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, വളങ്ങൾക്കെല്ലാം ചെറിയ ദുർഗന്ധമുണ്ട്. എല്ലുപൊടിക്ക് ചെറിയ ദുർഗന്ധമുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ദുർഗന്ധമുണ്ട്. അതേപോലെ മിക്കവാറുള്ള എല്ലാ വളങ്ങൾക്കും ദുർഗന്ധമുണ്ട്. കമ്പോസ്റ്റ് വളത്തിനൊക്കെ ദുർഗന്ധമുണ്ട്, ചാണകത്തിന് ദുർഗന്ധമുണ്ട്. അതേപോലെ ചെറിയൊരു ദുർഗന്ധം ഇതിന് ഉണ്ടെന്നുള്ളേ ഉള്ളൂ. കർഷകരെ സംബന്ധിച്ചൊന്നും പറഞ്ഞാൽ അത് അവരങ്ങ് സഹിക്കുകയാണ്. കാരണം ഇതൊന്നും നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ദുർഗന്ധമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ജീർണിക്കുന്നുള്ള തീർച്ചയായിട്ടും ദുർഗന്ധം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രം കൊണ്ട് കുറച്ച് മുക്കിയെടുക്കുക. അതായത് ഒരു പാത്രം മുക്കിയെടുത്ത് ആ പാത്രത്തിൻ്റെ 10 പാത്രം വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ല ഭംഗിയായിട്ട് യോജിപ്പിക്കണം. കൂട്ടി യോജിപ്പിച്ച് വേണം നമ്മൾ കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതെല്ലാ കൃഷികൾക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കൃഷികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ കടലപ്പിണ്ണാക്ക്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള ജൈവവളങ്ങൾ നേരത്തെ തന്നെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് പിന്നെ ഇടണമെന്നില്ല. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാരവും എല്ലാം കൂടെ ചേർക്കാവുന്ന ചെടികൾക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ പിണ്ണാക്കിന് ലായനി ഒഴിക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിണ്ണാക്കിൻ്റെ ലായനി ഒഴിച്ചു കൊടുക്കുന്നതിന് ആ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ തന്നെ സസ്യങ്ങളുടെ ആദേശം ചെയ്തു കൊടുക്കും. പെട്ടെന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന് വളമില്ലെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഖര വളങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു 10-15 ദിവസത്തിന് ശേഷം ഓരോ ആഴ്ചയിലും നമ്മൾ ഇതേപോലെയുള്ള ലായനി വളം ഒഴിച്ചു കൊടുത്താൽ, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എല്ലാ വിളകളും, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയോജനപ്പെട്ടുള്ള കപ്പയ്ക്കാണ്. എല്ലാ തരത്തിലുള്ള കപ്പകൾക്കും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ഈ കടലപ്പിണ്ണാക്കിൻ്റെ ലായനി തളിച്ചു കൊടുത്താൽ കപ്പ നല്ല സ്വാദിഷ്ടമായിരിക്കും. ഒപ്പം നല്ല വലുപ്പമുള്ള തൂക്കമുള്ള ചീനി കപ്പ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ എല്ലാ വിളകൾക്കും പച്ചക്കറികൾക്ക് മാത്രമല്ല, പഴവർഗ്ഗ വിളകൾക്ക്, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക്, ഇതെല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വളമാണ്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഇതിന് നമ്മുടെ ഉറുമ്പിനെ ആകർഷിക്കാൻ, ഉറുമ്പിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു തീറ്റയാണ് ഈ കടലപ്പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ കോരിയെടുത്ത് നമ്മൾ ഇത് അരിക്കണം വെച്ചാൽ ഇതിൻ്റെ ഈ പിണ്ണാക്ക് വരാത്ത രീതിയിൽ അരിച്ചെടുത്ത് വേണം നമ്മൾ നേർപ്പിച്ചൊഴിക്കാൻ. അരിച്ച് ഒഴിക്കാതെ നമ്മളിത് ഒഴിക്കുവാണെങ്കിൽ ഉറുമ്പുകൾ ഈ സസ്യങ്ങളുടെ ചുവട്ടിൽ വന്ന് കയറുകയും ഒരു പക്ഷേ ആ സസ്യത്തിന് അത് ദോഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുന്നില്ല. അവിടെ പിന്നെ ഒരു വട്ടം കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിൻ്റെ ബാലൻസ് വരുവാണെങ്കിൽ പിന്നെ ഉറുമ്പ് കയറത്തില്ല. കാരണം അതിൻ്റെ സത്ത് മൊത്തം പോവും, അതിൻ്റെ മണം പോവും, എല്ലാം പോവും. പിന്നെ അത് നമുക്ക് ഇതിൻ്റെയൊക്കെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് മണ്ണ് വിടാൻ അത് ഉറുമ്പള കളയുന്ന കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഇടുവാണെങ്കിൽ, ഇങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ലായനി ഉണ്ടാക്കാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എത്രമാത്രം കടലപ്പിണ്ണാക്കാണോ ഇടുന്നത് അതേ അളവിൽ, ഇപ്പം നമ്മൾ ഒരു 100 ഗ്രാം കടലപ്പിണ്ണാക്കാണ് ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ 1 കൈ കടലപ്പിണ്ണാക്കാണ് ഇടുന്നതെങ്കിൽ, ആ 1 കൈ വേപ്പിൻ പിണ്ണാക്കൂടെ ചേർത്ത് വേണം നമ്മൾ ഈ പറയുന്ന വിളകൾക്ക് ഇട്ട് കൊടുക്കാൻ. കാരണം എന്താ അറിയോ, ഇല്ലെങ്കിൽ ഉറുമ്പ് വന്ന് ഇത് മൊത്തവും തിന്നും, നമ്മുടെ സസ്യങ്ങൾ, കൃഷികൾ പോവും. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കൂടെ ഉണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്കിന് ചെറിയൊരു ഗന്ധമുണ്ട്, പുഴുക്കളും കിഴങ്ങളും ഉണ്ടാവത്തില്ല, അങ്ങനെ ഉറുമ്പും വരത്തില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ച് പൊടിച്ചെടുക്കാമെന്ന് വെച്ചാൽ മില്ലിൽ, നമ്മുടെ പൊടിക്കുന്ന മില്ലുണ്ട്, പൊടിപ്പ് മില്ല്, അവിടെ കൊണ്ടു കൊടുത്താൽ അവർ പൊടിച്ചു തരും. അതിന് പൈസ കൊടുക്കുന്നുള്ളേ ഉള്ളൂ. പിന്നെ ഈ പൊടിച്ച ഇത് ചില വളക്കടകളിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഞാനത് വാങ്ങിച്ചിട്ടില്ല. കാരണം ഒരിക്കലും ഞാനത് വാങ്ങിക്കാൻ തന്നെ പോയപ്പോൾ അതിനകത്ത് ചില ഈ മണലും അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പം ഈ രീതി ഒന്ന് പിന്തുടരാമെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ
നമ്മുടെ ജൈവവള ഉപയോഗിച്ചുള്ള കൃഷികൾ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പം ഈ കൃഷിയോട് താല്പര്യമുള്ള, കൃഷിയെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ ആഗ്രഹമുള്ള, അതേപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ച താല്പര്യവും വിവരശേഖരണവും ഒക്കെ നടത്തി നമ്മുടെ സമാന ചിന്താഗതിയിലൊക്കെ ഉള്ളവരിലേക്കൊക്കെ എത്തിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണങ്ങളെന്ന് വെച്ചാൽ വളരെ വലുതാണ്. മനസ്സിന് സംതൃപ്തി ലഭിക്കാനും ശരീരത്തിന് നല്ല ഒരു വ്യായാമം ലഭിക്കുന്നതിനും ഒപ്പം നമ്മുടെ ചിന്തകൾ പുതിയ ഉൽപ്പാദന പ്രക്രിയയിലേക്ക് നയിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു പ്രക്രിയയാണ് ഈ കൃഷി എന്ന് പറഞ്ഞാൽ. തന്നെയുമല്ല, നമുക്ക് ഇപ്പം നമ്മൾ റോഡിൽ വെറുതെ രാവിലെ നടക്കാൻ ഇറങ്ങുകയാണ്, പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമുക്ക് പല വിധത്തിലുള്ള ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. പട്ടികളുടെ ഉപദ്രവങ്ങൾ, ഇഴയന്തുക്കളുടെ ഉപദ്രവങ്ങൾ, മറ്റുള്ള അക്രമകാരികളുടെ ഉപദ്രവങ്ങൾ. പക്ഷേ ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് 1-1.5 മണിക്കൂർ നമ്മുടെ പുരയിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ചാക്കിലോ അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യുക, അത് പരിചരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിനോദമാവും, വിജ്ഞാനമാവും, ഒപ്പം വരുമാനമാവും, വ്യായാമമാവും, മനസ്സംതൃപ്തിയാവും. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങൾ സമാന ചിന്താഗതിയിലേക്കുള്ള എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ, നാളിതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.